വെൽക്കം ടു ആ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. ഇന്നത്തെ നമ്മുടെ ഈ ക്ലാസ് വളരെ സ്പെഷ്യലായൊരു ക്ലാസ്സാണ്. നമ്മുടെ ലോകത്ത് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടന്നിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ഓരോ കണ്ടുപിടുത്തത്തിന് ശേഷം അല്ലെങ്കിൽ ഓരോ പ്രധാന സംഭവം നടന്നതിൻ്റെ ശേഷം പറഞ്ഞ ആദ്യ വാക്കുകൾ എന്തെല്ലാം എന്ന് നോക്കി അതിലൂടെ രസകരമായി നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുവാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? ആദ്യമായി നമ്മൾ 149 ഇയേഴ്സ് മുമ്പ് നടന്നൊരു കണ്ടുപിടുത്തത്തെക്കുറിച്ച് നോക്കാം. ടെലിഫോൺ ആദ്യമായി കണ്ടുപിടിച്ചത് സ്കോട്ട്ലൻഡിൽ ജനിച്ച ഒരു സയൻറ്റിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം ഒരു എൻജിനീയറും കൂടെയായിരുന്നു. നമുക്കറിയാം, അലക്സാണ്ടർ ഗ്രഹാം ബെൽ. ടെലിഫോൺ ഇൻവെൻറ്റ് ചെയ്തതിന് ശേഷം അതാദ്യമായി വർക്ക് ചെയ്തത് ഇങ്ങനെയായിരുന്നു. അപ്പോൾ അലക്സാണ്ടർ ഗ്രഹാം ബെൽ ഒരു റൂമിൽ നിന്ന് അടുത്ത റൂമിലുള്ള അസിസ്റ്റൻറ്റിനെ ടെലിഫോൺ വഴി വിളിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, മിസ്റ്റർ വാട്സൺ, കം ഹിയർ, ഐ വാണ്ട് ടു സീ യു. തൊട്ടടുത്ത റൂമിൽ നിന്ന് അസിസ്റ്റൻ്റായ വാട്സൺ ഇത് കേൾക്കുകയും തിരിച്ചു വന്ന് പറഞ്ഞു അലക്സാണ്ടർ ഗ്രഹാം ബെല്ലിനോട്, താങ്കളുടെ കണ്ടുപിടുത്തം വിജയിച്ചിരിക്കുന്നു, താങ്കൾ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം അലക്സാണ്ടർ ഗ്രഹാം ബെൽ അത് വിശ്വസിച്ചില്ല. എന്നിട്ട് ചോദിച്ചു, ഞാൻ എന്താണ് പറഞ്ഞത് എന്ന്. അപ്പോൾ എന്താണോ അലക്സാണ്ടർ ഗ്രഹാം ബെൽ പറഞ്ഞത് ആ വാക്കുകളെല്ലാം വാട്സൺ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു. അങ്ങനെ 1876 ആണ് ടെലിഫോൺ സക്സസ്ഫുള്ളായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ആദ്യമായി ടെലിഫോണിൽ കറക്റ്റായിട്ട് പോയ മെസ്സേജ് ഏതാണ്? മിസ്റ്റർ വാട്സൺ, കം ഹിയർ, ഐ വാണ്ട് ടു സീ യു. ഇതിന് ശേഷം പിന്നെ കോടിക്കണക്കിന് മെസ്സേജസ് ടെലിഫോണിലൂടെ നമ്മളെല്ലാവരും സംസാരിച്ചു. അപ്പോൾ ഈ സെൻറ്റൻസിലൂടെ നമുക്ക് ഇംഗ്ലീഷിൽ കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. മിസ്റ്റർ വാട്സൺ, കം ഹിയർ. ഇവിടെ വരൂ എന്ന് പറയുകയാണ്. കം ഹിയർ. എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഒരു ഓർഡർ കൊടുക്കുന്ന സമയത്ത് ഇവിടെ വരൂ, ആദ്യം നമ്മൾ ആക്ഷൻ പറയുക, അതിന് ശേഷം പൊസിഷൻ പറയുക. ആക്ഷൻ എന്താണ്? വരൂ. അപ്പോൾ കം, ഇനി എവിടെ? ഇവിടെ. ഹിയർ. കം ഹിയർ. ഇവിടെ വരൂ. ആദ്യം ആക്ഷൻ പറയുക, അതിനുശേഷം പൊസിഷൻ പറയുക. ഇവിടെ ഇരിക്കൂ എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? സിറ്റ് ഹിയർ. സിറ്റ് ഹിയർ. ആദ്യം നമ്മൾ ആക്ഷൻ പറഞ്ഞു, അതിനുശേഷം നമ്മൾ പൊസിഷൻ പറഞ്ഞു. അവിടെ ഇരിക്കൂ. സിറ്റ് there. അവിടെ ഇരിക്കൂ. Sit there. അവിടെ വെക്കൂ. Keep there. അവിടെ വെക്കൂ. Keep there. Keep thereന് പകരം നമുക്ക് place there എന്ന് ഉപയോഗിക്കാം. കുറച്ചും കൂടി ഫോർമലായിട്ട് സംസാരിക്കുന്ന ടൈമിൽ പ്ലേസ് ദെയർ എന്ന് നമുക്ക് പറയാം. അവിടെ വയ്ക്കൂ. പ്ലേസ് ദെയർ. ഇനി അവിടെയല്ല, ഇവിടെ വയ്ക്കൂ. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? പ്ലേസ് ഹിയർ. ഇവിടെ വയ്ക്കൂ. പ്ലേസ് ഹിയർ. ഇനി നമ്മൾ പറയുകയാണ്, ഇവിടെ വെയിറ്റ് ചെയ്യൂ. ഇവിടെ വെയിറ്റ് ചെയ്യൂ. അപ്പോൾ ആദ്യം ആക്ഷൻ പറയുക,
അതിനുശേഷം പൊസിഷൻ പറയുക. വെയിറ്റ് ഹിയർ, ഇവിടെ കാത്തിരിക്കൂ. വെയിറ്റ് ഹിയർ, അവിടെ കാത്തിരിക്കൂ. വെയിറ്റ് there, അവിടെ കാത്തിരിക്കൂ. വെയിറ്റ് there. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഓർഡേഴ്സ് കൊടുക്കുവാൻ സാധിക്കും. ആദ്യം ആക്ഷൻ പറയുക, അതിനുശേഷം പൊസിഷൻ പറയുക. ഇനി നെക്സ്റ്റ് അലക്സാണ്ടർ ഗ്രഹാം ബെൽ എന്താണ് പറഞ്ഞത് എന്ന് നോക്കാം. കം ഹിയർ, ഐ വാണ്ട് ടു സീ യു. ഐ വാണ്ട് ടു സീ യു, എനിക്ക് നിന്നെ കാണണം. അപ്പോൾ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു ആവശ്യം പറയുന്ന സമയത്ത് വാണ്ട് എന്ന വാക്ക് ഉപയോഗിച്ചാൽ മതി. എനിക്ക് നിന്നെ കാണണം, അത് അലക്സാണ്ടർ ഗ്രഹാം ബെൽ ആവശ്യപ്പെടുകയാണ്. അലക്സാണ്ടർ ഗ്രഹാം ബെല്ലിൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു മിസ്റ്റർ വാട്സൺ. ഒരുപാട് രാത്രികൾ അവർ വർക്ക് ചെയ്തിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അങ്ങനെയാണ് ടെലിഫോൺ ശരിയായത്. അപ്പോൾ അസിസ്റ്റൻറ്റിനോട് പറയുകയാണ്, എനിക്ക് നിന്നെ കാണണം. ഐ വാണ്ട് ടു സീ യു. ആദ്യം സെൻറ്റൻസിലെ സബ്ജക്റ്റിനെ വയ്ക്കുക. സെൻറ്റൻസിലെ മെയിൻ ആളാണ് സബ്ജക്റ്റ്. എനിക്ക് നിന്നെ കാണണം, അലക്സാണ്ടർ ഗ്രഹാം ബെൽ പറയുകയാണ്. ഇപ്പോൾ സെൻറ്റൻസിലെ മെയിൻ ആൾ അലക്സാണ്ടർ ഗ്രഹാം ബെൽ ആണോ അതോ അസിസ്റ്റൻ്റ് ആണോ? അലക്സാണ്ടർ ഗ്രഹാം ബെൽ ആണ്. എനിക്ക് നിന്നെ കാണണം. ആദ്യം എനിക്ക് എന്ന് പറയുക, ഐ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു ആവശ്യമോ ആഗ്രഹമോ ആണെങ്കിൽ വാണ്ട് യൂസ് ചെയ്യുക. ഐ വാണ്ട്, നിന്നെ കാണണം. ടു സീ, ആരെ? നിന്നെ. യു. ഐ വാണ്ട് ടു സീ യു, എനിക്ക് നിന്നെ കാണണം. ഐ വോണ്ട് സീ യു എന്ന് നമ്മൾ പറയരുത്. ഐ വോണ്ട് ടു സീ യു. ടു ഒരു ഡയറക്ഷൻ കാണിക്കുകയാണ്. എന്താണ് എൻ്റെ ആഗ്രഹം? എന്താണ് എൻ്റെ ആവശ്യം? നിന്നെ കാണാൻ. ടു സീ യു. ഐ വോണ്ട് ടു സീ യു, എനിക്ക് നിന്നെ കാണണം. എനിക്ക് അവളെ കാണണം എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഐ വോണ്ട് ടു സീ ഹർ. എനിക്ക് അവളെ കാണണം. ഐ വോണ്ട് ടു സീ ഹർ. എനിക്ക് ഷിഫയെ കാണണം. എനിക്ക് ഷിഫയെ കാണണം. I want to see Shifa. I want to see Shifa. എനിക്ക് അവരെ കാണണം. അവരെന്ന് പറയുമ്പോൾ them. എനിക്ക് അവരെ കാണണം എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? വെരി ഗുഡ്. I want to see them. I want to see them. എനിക്ക് അവനെ കാണണം. അവൻ എന്ന് വരുമ്പോൾ him. അവൻ ഈയിടെയായിട്ട് പഠിക്കുന്നില്ല, എനിക്ക് അവനെ കാണണം. I want to see him. I want to see him. ഇനി നമ്മൾ പറയുകയാണ്, എനിക്ക് പ്രിൻസിപ്പലിനെ കാണണം. ഞാൻ കാണുമ്പോൾ വലിയ വലിയ ആളുകളോട് മാത്രമേ സംസാരിക്കാറുള്ളൂ. എനിക്ക് പ്രിൻസിപ്പലിനെ കാണണം. ഐ വോണ്ട് ടു സീ ദ പ്രിൻസിപ്പൽ. നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയുകയാണ്, എനിക്ക് പ്രിൻസിപ്പലിനെ കാണണം. സ്പെസിഫിക് ആയി പറയുന്ന സമയത്ത് ദ യൂസ് ചെയ്യുക. ഐ വോണ്ട് ടു സീ ദ
പ്രിൻസിപ്പൽ. ഇനി നമ്മൾ പ്രിൻസിപ്പലിൻ്റെ പേര് പറയുക എന്ന് വിചാരിക്കാം. ഇപ്പോൾ പ്രിൻസിപ്പലിൻ്റെ പേര് ടോമി എന്നാണെങ്കിൽ ആ സമയത്ത് ദ വെക്കേണ്ട ആവശ്യമില്ല. പേരിൻ്റെ മുമ്പിൽ ഡയറക്റ്റായിട്ട് തന്നെ പറയാം. ഐ വോണ്ട് ടു സീ ടോമി സർ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെൻറ്റൻസസ് ഫോം ചെയ്യുവാൻ സാധിക്കും. നോക്കിക്കേ, നമ്മൾ ഈസി ആയിട്ട് സെൻറ്റൻസസ് ഫോം ചെയ്തല്ലോ. ഇനി ഇതേ പാറ്റേണിൽ നമ്മൾ പറയുകയാണ്, എനിക്ക് വരണം. എല്ലാവരും ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണ്, നമ്മളെ കൂട്ടാണ്ട് പ്ലാൻ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ പറയുകയാണ്, എനിക്ക് വരണം. ഐ വോണ്ട്, ഇനി ടു കം. ഐ വോണ്ട് ടു കം. എനിക്ക് വരണം. ആദ്യം സബ്ജക്റ്റ് വയ്ക്കുക. അതിനുശേഷം നമ്മൾ പറയാൻ പോകുന്നത് ഒരാഗ്രഹമോ ആവശ്യമോ ആണെങ്കിൽ വോണ്ട് വയ്ക്കുക. അത് കഴിഞ്ഞാൽ എന്താണ് ആഗ്രഹം, ആവശ്യം? വരണം. ഐ വോണ്ട് കം എന്ന് പറയില്ല, ഐ വോണ്ട് ടു കം. ഒരു ഡയറക്ഷൻ കാണിക്കുന്ന വാക്കാണ് ടു. എൻ്റെ ആഗ്രഹം എന്താ? വരാൻ. ഐ വോണ്ട് ടു കം. ആ കുട്ടി, എനിക്കല്ല ആഗ്രഹവും, എൻ്റെ മാനാണ് ആഗ്രഹം, അവന് വരണം. അത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? അപ്പോൾ ശശിചേട്ടൻ ചോദിച്ചത്, അവന് വരണം. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഹീ വോണ്ട്സ് ടു കം. ഹീ വോണ്ട്സ് ടു കം. അപ്പോൾ ഇവിടെ ഒരു ചെറിയ കാര്യം ശ്രദ്ധിച്ചാൽ മതി. വേറൊരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് വോണ്ട് എന്നല്ല, വോണ്ട്സ് എന്ന് വേണം ഉപയോഗിക്കാൻ. ഹീ വോണ്ട്സ് ടു കം. അവന് വരണം. രാഹുലിന് വരണം. രാഹുൽ വോണ്ട്സ് ടു കം. രാഹുൽ വോണ്ട്സ് ടു കം. രാഹുലിന് വരണം. അവർക്ക് വരണം. They want to come. They want to come. നമ്മൾ ഒന്നിൽ കൂടുതൽ ആളുകളുടെ ആഗ്രഹങ്ങൾ പറയുന്ന സമയത്ത് വോണ്ട് യൂസ് ചെയ്താൽ മതി, വോണ്ട്സ് എന്ന് പറയേണ്ട. അവർക്ക് വരണം. They want to come. ഞങ്ങൾക്ക് വരണം. ഞങ്ങൾക്ക് വരണം. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? We want to come. We want to come. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് സെൻറ്റൻസസ് ഫോം ചെയ്യാം. ഇനി നമ്മൾ അങ്ങനെ യാത്ര തീരുമാനിച്ചു. ഇനി എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ നമ്മൾ പറയുകയാണ്, ഐ വോണ്ട് ടു ഗോ, ചെറിയ സ്ഥലമാണ്, ടു ലണ്ടൻ. എനിക്ക് ലണ്ടനിലേക്ക് പോകണം. ഐ വോണ്ട്, ഇനി എനിക്ക് ലണ്ടനിലേക്ക് പോകണം. പോകണം എന്ന് പറയുമ്പോൾ ടു ഗോ. എവിടെ? വീണ്ടും ഡയറക്ഷൻ കാണിക്കുക, ടു ലണ്ടൻ. ഐ വോണ്ട് ടു ഗോ ടു ലണ്ടൻ. എനിക്ക് ലണ്ടനിൽ പോകണം. ഷീ വോണ്ട്സ് ടു ഗോ ടു ലണ്ടൻ. അവൾക്ക് ലണ്ടനിൽ പോകണം. അവൾ എന്ന് വരുമ്പോൾ ഷീ. ഷീ വോണ്ട്സ് ടു ഗോ ടു ലണ്ടൻ. അവൾക്ക് ലണ്ടനിൽ പോകണം. അനു വോണ്ട്സ് ടു ഗോ ടു ലണ്ടൻ. അനുവിന് ലണ്ടനിൽ പോകണം. അനു വോണ്ട്സ് ടു ഗോ
എവിടെ? ടു ലണ്ടൻ. ഇനി നമ്മൾ അവരുടെ ആവശ്യം പറയുവാൻ പോവുകയാണ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ആൾക്കാരുടെ ആവശ്യങ്ങൾ പറയുമ്പോൾ വാണ്ട്സ് ആണോ വാണ്ട് ആണോ? വെരി ഗുഡ്. വാണ്ട് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അവർക്ക് ലണ്ടനിലേക്ക് പോകണം. They want to go to London. They want to go to London. ഇനി അവർക്കല്ല, ഞങ്ങൾക്ക് ലണ്ടനിൽ പോകണം. വളരെ ചെറിയൊരു ആഗ്രഹമാണ്. ഞങ്ങൾക്ക് ലണ്ടനിൽ പോകണം. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ ഏത് വാക്കാ വരിക? വി. We want to go to London. We want to go to London. ഞങ്ങൾക്ക് ലണ്ടനിൽ പോകണം. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെൻറ്റൻസസ് ഫോം ചെയ്യുവാൻ സാധിക്കും. ഇനി നമ്മൾ പറയുകയാണ്, എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കണം. അത് നമ്മളെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കണം. I want to speak English. I want to speak English. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കണം. അവന് ഇംഗ്ലീഷ് സംസാരിക്കണം. He wants to speak English. He wants to speak English. റോഹന് ഇംഗ്ലീഷ് സംസാരിക്കണം. അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? റോഹൻ wants to speak English. റോഹൻ wants to speak English. അവർക്ക് ഇംഗ്ലീഷ് സംസാരിക്കണം. അവരെന്ന് പറയുമ്പോൾ they. അവർക്ക് ഇംഗ്ലീഷ് സംസാരിക്കണം. They want to speak English. They want to speak English. ഞങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കണം. ഞങ്ങളെന്ന് പറയുമ്പോൾ we. We want. ഞങ്ങളെന്ന് പറയുമ്പോഴും ഒന്നിൽ കൂടുതൽ ആൾക്കാരില്ലേ? അപ്പോൾ wants എന്നാണോ want എന്നാണോ പറയേണ്ടത്? want. We want. ഇനി ഇംഗ്ലീഷ് സംസാരിക്കണം എന്നാണ് പറയുന്നത്. To speak. എന്ത്? ഇംഗ്ലീഷ്. We want to speak English. ഞങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കണം. അപ്പോൾ ഉറപ്പായിട്ടും നമ്മളൊരു ടൈം മാറ്റി വെച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് ഈസി ആയി തന്നെ കോൺഫിഡൻറ്റോടു കൂടി നമുക്ക് സംസാരിക്കുവാൻ സാധിക്കും. ശരിക്കും നമ്മൾ ഭാഷ പഠിക്കുന്നത് ഒരു ചെറിയൊരു കുട്ടി എങ്ങനെയാണോ ഭാഷ പഠിക്കുന്നത് അതേപോലെയാണ് നമ്മളും പഠിക്കേണ്ടത്. ആദ്യം കുട്ടികൾ കേൾക്കുകയാണ് ചെയ്യുക, ലിസണിങ്. അപ്പോൾ ആദ്യം നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്, പ്രത്യേകിച്ച് നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് കേൾക്കുക, ലിസണിങ്. അല്ലാതെ ആദ്യം തന്നെ കുട്ടികൾ സംസാരിക്കുകയല്ലല്ലോ ചെയ്യുക. ആദ്യം കുട്ടികൾ ശ്രദ്ധിക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മളും അതെ, ആദ്യം ഇംഗ്ലീഷ് ശ്രദ്ധിക്കുക, ലിസണിങ്. അതിനുശേഷം നമ്മൾ സംസാരിക്കുക, സ്പീക്കിംഗ്. ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓരോ എക്സാമ്പിളിൻ്റെയും കൂടെ നിങ്ങളെല്ലാവരും ഉത്തരം പറയണം. അങ്ങനെ നമ്മൾ സംസാരിച്ചാണ് ഇംഗ്ലീഷ് പെർഫെക്റ്റ് ആവുക. കുട്ടികൾ ആദ്യം തന്നെ ഭാഷ കറക്റ്റായിട്ട് പറയുകയാണോ? അല്ല, അവർ സംസാരിച്ചാണ് ഭാഷ പെർഫെക്റ്റ് ആക്കുക. അതേപോലെ തന്നെ നമ്മളും സംസാരിച്ച് വേണം
നമ്മുടെ ലാംഗ്വേജ് പെർഫെക്റ്റ് ആക്കാൻ. അപ്പോൾ ആദ്യം നമ്മൾ കേൾക്കണം, ലിസണിങ്. അതിനുശേഷം സംസാരിക്കുക, സ്പീക്കിംഗ്. ഇനി നമ്മൾ വായിക്കണം, റീഡിങ്. നല്ല നല്ല ഇംഗ്ലീഷ് ചെറിയ സ്റ്റോറീസ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും വായിക്കുക. അല്ലാതെ തന്നെ നമ്മുടെ ക്ലാസ്സിൽ ഓരോ എക്സാമ്പിളും മുകളിൽ എഴുതുന്നുണ്ടല്ലോ, അത് തന്നെ വായിക്കുമ്പോൾ നല്ലൊരു പ്രാക്ടീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ വായനയും കൂടെ ചെയ്യണം. ക്ലാസ്സിൽ വരുന്ന ഈ എക്സാമ്പിൾസ് നന്നായിട്ട് വായിച്ചാൽ മതി. അതിനുശേഷം വരുന്നതാണ് റൈറ്റിംഗ്. നമ്മൾ ഇംഗ്ലീഷ് എഴുതണം. എന്നാൽ മാത്രമേ ഫുള്ളായിട്ടത് പെർഫെക്റ്റ് ആവൂ. ഓരോ ക്ലാസ് കഴിയുമ്പോഴും 5 ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലാസ്സിലിടുന്നുണ്ടല്ലോ, അത് എഴുതിയാൽ മതി. നിങ്ങളുടെ നോട്ട്ബുക്കിലോ കമൻറ്റ് ബോക്സിലോ എഴുതിയാൽ മതി. അപ്പോൾ ഈ രീതിയിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കേ. ഈസി ആയിട്ട് തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിച്ചെടുക്കുവാൻ സാധിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അടുത്ത എക്സാമ്പിളിലേക്ക് പോയാലോ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ചരിത്രപ്രസിദ്ധമായ ഒരു സംഭവം നോക്കാം. ജൂലൈ 20, 1969 നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ ആദ്യമായി കാല് കുത്തി നടന്നു. അപ്പോൾ നീൽ ആംസ്ട്രോങ് പറഞ്ഞ വാക്കുകളാണ്: ദാറ്റ്സ് വൺ സ്മോൾ സ്റ്റെപ്പ് ഫോർ എ മാൻ, വൺ ജയന്റ് സ്റ്റെപ്പ് ഫോർ mankind. That's one small step for a man, one giant step for mankind. That is എന്ന് വെച്ചാൽ അത്. അതിനെ ചുരുക്കിയാണ് ദാറ്റ്സ് എന്ന് പറഞ്ഞത്. ദാറ്റ്സ് എന്ന് വെച്ചാൽ അത്. അപ്പോൾ നീൽ ആംസ്ട്രോങ് കാല് ചന്ദ്രനിൽ ചവിട്ടിയതിന് ശേഷം പറയുകയാണ്, That's one small step for a man. ഒരു മനുഷ്യന് ഇത് ചെറിയൊരു സ്റ്റെപ്പാണ്. One giant step for mankind. മനുഷ്യകുലത്തിന് ഒരു വലിയ സ്റ്റെപ്പാണ്. ഇനിയും പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക്, പുതിയ സാധ്യതകളിലേക്കുള്ളൊരു വലിയ സ്റ്റെപ്പാണ്. That's one small step. അത് ഒരു ചെറിയ സ്റ്റെപ്പാണ്. ആർക്ക്? ഫോർ എ മാൻ, ഒരു മനുഷ്യന്. വൺ ജയന്റ് സ്റ്റെപ്പ്. ജയന്റ് എന്ന് വെച്ചാൽ ഒരുപാട് വലിയത് എന്നാണ് അർത്ഥം. വൺ ജയന്റ് സ്റ്റെപ്പ് ഫോർ മാൻകൈൻഡ്. മനുഷ്യകുലം എന്നാണ് മാൻകൈൻഡിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ഒരു ഇൻട്രസ്റ്റിംഗ് ഇൻഫോർമേഷൻ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചതായിരുന്നു. നമുക്കിനി നെക്സ്റ്റ് ഒരു സെറ്റിലേക്ക് പോകാം. ചന്ദ്രനായി ബന്ധപ്പെട്ട തന്നെ ഒരു സെറ്റാണിത്. 2023 ഓഗസ്റ്റ് 23, 2023 ചന്ദ്രയാൻ 3 എന്ന ദൗത്യത്തിലൂടെ സേഫായിട്ട് സ്പേസ് ക്രാഫ്റ്റ്, ഇന്ത്യൻ സ്പേസ് ക്രാഫ്റ്റ് മൂണിൽ ലാൻഡ് ചെയ്തപ്പോൾ ആ സമയത്ത് ISROയുടെ ചെയർമാനായ ഡോക്ടർ എസ് സോമനാഥ് സർ പറഞ്ഞു. സോമനാഥ് സർ മലയാളിയും കൂടെയാണ്. അപ്പോൾ സർ പറഞ്ഞു, ഇന്ത്യ ഇസ് ഓൺ ദ മൂൺ. ഇന്ത്യ ചന്ദ്രൻ്റെ മുകളിലാണ്. ഇന്ത്യ ഇസ് ഓൺ ദ മൂൺ. ഇന്ത്യ ചന്ദ്രൻ്റെ മുകളിലാണ്. മുകളിൽ എന്ന് പറയുവാൻ നമ്മൾ ഉപയോഗിച്ച വാക്കാണ് ഓൺ. ആദ്യം സബ്ജക്റ്റ് പറയുക. ഇവിടെ മെയിനായി നിൽക്കുന്നത് ചന്ദ്രനാണോ അതോ ഇന്ത്യയാണോ? ഇന്ത്യയല്ലേ. അപ്പോൾ ഇന്ത്യ. ഇനി ഇന്ത്യ ഇസ് എവിടെ? ചന്ദ്രൻ്റെ മുകളിൽ. ഓൺ ദ മൂൺ. വേറെ എവിടെയുമല്ല, ചന്ദ്രൻ്റെ മുകളിലാണ്,
സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറയുകയാണ്. ആ സമയത്ത് നമ്മൾ ദ ആഡ് ചെയ്യണം. ദ മൂൺ. ഇന്ത്യ ഇസ് ഓൺ ദ മൂൺ. ഇന്ത്യ ചന്ദ്രൻ്റെ മുകളിലാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കുറച്ച് സെൻറ്റൻസസ് നോക്കിയാലോ. നമ്മൾ പറയുകയാണ് ബുക്ക് ടേബിളിൻ്റെ മുകളിലാണ്. ബുക്ക് ടേബിളിൻ്റെ മുകളിലാണ്. അപ്പോൾ നമ്മൾ സ്പെസിഫിക് ആയിട്ടൊരു ബുക്കിനെ കുറിച്ച് പറയുകയാണ്. ദ ബുക്ക് ഇസ് ഓൺ ദ ടേബിൾ. ദ ബുക്ക് ഇസ് ഓൺ ദ ടേബിൾ. ബുക്ക് ടേബിളിൻ്റെ മുകളിലാണ്. ഇനി ഒന്നിൽ കൂടുതൽ പുസ്തകങ്ങൾ ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ ബുക്സ് എന്ന് വരും. അപ്പോൾ ഒരു വാക്കും കൂടെ നമ്മൾ മാറ്റണം. ഇസ് എന്ന് വരില്ല, ആർ എന്ന് വരും. പുസ്തകങ്ങൾ ടേബിളിൻ്റെ മുകളിലാണ്. ദ ബുക്സ് ആർ ഓൺ ദി ടേബിൾ. ദ ബുക്സ് ആർ ഓൺ ദി ടേബിൾ. ഇനി നമ്മൾ പറയുകയാണ് ഭക്ഷണം ടേബിളിൻ്റെ മുകളിലുണ്ട്. ഭക്ഷണം ടേബിളിൻ്റെ മുകളിലുണ്ട്. അതെങ്ങനെ പറയും? ദ ഫുഡ് ഇസ് ടേബിളിൻ്റെ മുകളിൽ എന്ന് പറയുവാൻ ഓൺ ദി ടേബിൾ. ദ ഫുഡ് ഇസ് ഓൺ ദി ടേബിൾ. അപ്പോൾ ഒരു പൊസിഷൻ കാണിക്കുവാൻ നമുക്ക് ഓൺ യൂസ് ചെയ്യുവാൻ സാധിക്കും. ടേബിളിൻ്റെ മുകളിൽ, ഓൺ ദ ടേബിൾ. ഡെസ്കിൻ്റെ മുകളിൽ, ഓൺ ദ ഡെസ്ക്. തറയുടെ മുകളിൽ, ഓൺ ദ ഫ്ലോർ. ഇനി ഒരു സമയം കാണിക്കുവാനും നമുക്ക് ഓൺ യൂസ് ചെയ്യുവാൻ സാധിക്കും. അതായത് ദിവസങ്ങൾ. മീറ്റിംഗ് ഫ്രൈഡേ ആണ്. ദ മീറ്റിംഗ് ഇസ് ഓൺ ഫ്രൈഡേ. മീറ്റിംഗ് ഫ്രൈഡേ ആണ്. അപ്പോൾ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഒരു മീറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണ്. അങ്ങനെ സ്പെസിഫിക്കായി നമ്മൾ ഇംഗ്ലീഷിലൊരു കാര്യം പറയുമ്പോൾ ദ യൂസ് ചെയ്യുക. ദ മീറ്റിംഗ് ഇസ് എപ്പോൾ? ഓൺ ഫ്രൈഡേ. ദ മീറ്റിംഗ് ഇസ് ഓൺ ഫ്രൈഡേ. മീറ്റിംഗ് ഫ്രൈഡേ ആണ്. പ്രോഗ്രാം സാറ്റർഡേ ആണ്. അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? വെരി ഗുഡ്. ദ പ്രോഗ്രാം ഇസ് ഓൺ സാറ്റർഡേ. ദ പ്രോഗ്രാം ഇസ് ഓൺ സാറ്റർഡേ. ഇനി ഒന്നിൽ കൂടുതൽ പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ ഈസ് ആണോ ആരാണോ യൂസ് ചെയ്യേണ്ടത്? ആർ. ദ പ്രോഗ്രാംസ് ആർ ഓൺ സാറ്റർഡേ. പ്രോഗ്രാംസ് സാറ്റർഡേ ആണ്. ദ പ്രോഗ്രാംസ് ആർ ഓൺ സാറ്റർഡേ. ഇൻ്റർവ്യൂ വെനസ്ഡേ ആണ്. അതെങ്ങനെ പറയും? ഇൻ്റർവ്യൂ വെനസ്ഡേ ആണ്. ദ ഇൻ്റർവ്യൂ ഇസ് ഓൺ വെനസ്ഡേ. ആദ്യം നമ്മൾ സബ്ജക്റ്റ് പറയുക, ഇൻ്റർവ്യൂ. സ്പെസിഫിക് ആയിട്ടൊരു ഇൻ്റർവ്യൂവിനെ കുറിച്ച് നമ്മൾ പറയുകയാണ്. അപ്പോൾ ദ ഇൻ്റർവ്യൂ ഇസ് ഓൺ വെനസ്ഡേ. ഒരു ദിവസം പറയുവാൻ ഓൺ ഉപയോഗിക്കുക. ദ ഇൻ്റർവ്യൂ ഇസ് ഓൺ വെനസ്ഡേ. വേറെ ആരുടെ അല്ല, എൻ്റെ ഇൻ്റർവ്യൂ വെനസ്ഡേ ആണ്. എൻ്റെ ഇൻ്റർവ്യൂ എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? എൻ്റെ എന്ന് പറയുമ്പോൾ മൈ. മൈ ഇൻ്റർവ്യൂ ഇസ് ഓൺ വെനസ്ഡേ. എൻ്റെ ഇൻ്റർവ്യൂ വെനസ്ഡേ ആണ്. മൈ ഇൻ്റർവ്യൂ ഇസ് ഓൺ വെനസ്ഡേ. അവളുടെ ഇൻ്റർവ്യൂ വെനസ്ഡേ ആണ്.
Her interview is on Wednesday. Her interview is on Wednesday. റിയയുടെ ഇൻ്റർവ്യൂ വെനസ്ഡേ ആണ്. റിയാസ് ഇൻ്റർവ്യൂ ഇസ് ഓൺ വെനസ്ഡേ. റിയാസ് ഇൻ്റർവ്യൂ ഇസ് ഓൺ വെനസ്ഡേ. ഒരു വ്യക്തിയുടെ പേര് വെച്ച് പറയുന്ന സമയത്ത് നമ്മൾ ഒരു എക്സ്ട്രാ എസ് ചേർക്കണം. റിയയുടെ ഇൻ്റർവ്യൂ, റിയാസ് ഇൻ്റർവ്യൂ. റിയ ഇൻ്റർവ്യൂ എന്ന് നമ്മൾ പറയരുത്. റിയാസ് ഇൻ്റർവ്യൂ, റിയയുടെ ഇൻ്റർവ്യൂ. പ്രിയയുടെ ഇൻ്റർവ്യൂ എന്നെങ്ങനെ പറയും? പ്രിയാസ് ഇൻ്റർവ്യൂ. ദേവിൻ്റെ ഇൻ്റർവ്യൂ, ദേവ്സ് ഇൻ്റർവ്യൂ. ഇങ്ങനെ ഒരു വ്യക്തിയുടെ എന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ പേര് പറയുന്ന സമയത്ത് നമ്മളൊരു എക്സ്ട്രാ എസ് പറയണം. അപ്പോൾ സനയുടെ ഇൻ്റർവ്യൂ വെനസ്ഡേ ആണ്. സനാസ് ഇൻ്റർവ്യൂ ഇസ് ഓൺ വെനസ്ഡേ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെൻറ്റൻസസ് ഫോം ചെയ്യുവാൻ സാധിക്കും. ഇനി നമുക്ക് ഒരു എക്സാമ്പിളും കൂടെ എടുക്കാം. അപ്പോൾ നമ്മുടെ സെൻറ്റൻസ് ഒന്നും കൂടി നോക്കിക്കേ. ഇന്ത്യ ഇസ് ഓൺ ദ മൂൺ. ഇന്ത്യ ചന്ദ്രൻ്റെ മുകളിലാണ്. ഓൺ ദ മൂണിന് ഒരർത്ഥം കൂടിയുണ്ട്. ഒരുപാട് സന്തോഷമാകുന്ന സമയത്തും ഓൺ ദ മൂൺ യൂസ് ചെയ്യും. ഒരുപാട് സന്തോഷമാണ്, ഈ ഭൂമിയിലൊന്നുമല്ല ചന്ദ്രനിലാണ്, ഒരുപാട് സന്തോഷമാണ് എന്ന് പറയുകയാണ്. അങ്ങനെ അർത്ഥം വരുന്ന സെൻറ്റൻസസിലും ഓൺ ദ മൂൺ യൂസ് ചെയ്യാം. ഇപ്പോൾ രാഹുലിന് ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ നമ്മൾ പറയുകയാണ് രാഹുൽ ഇസ് ഓൺ ദ മൂൺ. രാഹുൽ ഒരുപാട് സന്തോഷവാനാണ്. രാഹുൽ ഇസ് ഓൺ ദ മൂൺ. അതേപോലെ ഇന്ത്യക്ക് ഒരുപാട് സന്തോഷമാണ് ലാൻഡ് ചെയ്ത സമയത്ത്. അപ്പോൾ ഇന്ത്യ ഇസ് ഓൺ ദ മൂൺ. ഇന്ത്യക്ക് ഒരുപാട് സന്തോഷം എന്നർത്ഥവും അവിടെ വരുന്നുണ്ട്. ഒരു വ്യക്തിക്ക് ഒരുപാട് സന്തോഷം, അത് നമുക്ക് ഓൺ ദ മൂൺ എന്ന വാക്കുകളിലൂടെ പ്രകടിപ്പിക്കുവാൻ സാധിക്കും. ഇപ്പോൾ റെനയ്ക്ക് ഒരുപാട് സന്തോഷമാണ്. സന്തോഷം കൊണ്ട് റെനയ്ക്ക് ഇരിക്കാൻ വയ്യ. അപ്പോൾ നമ്മൾ പറയുകയാണ് റെന ഇസ് ഓൺ ദ മൂൺ. റെന ഭൂമിയിലൊന്നുമല്ല, സന്തോഷം കാരണം അവൾ ചന്ദ്രനിലെത്തി. റെന ഇസ് ഓൺ ദ മൂൺ. റെനയ്ക്ക് ഒരുപാട് സന്തോഷമാണ്, അതാണ് അതിൻ്റെ അർത്ഥം. അവർക്ക് ഒരുപാട് സന്തോഷമാണ്. ദേ ആർ ഓൺ ദ മൂൺ. ദേ ആർ ഓൺ ദ മൂൺ. അവർക്ക് ഒരുപാട് സന്തോഷമാണ്. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമാണ്, ഞങ്ങൾക്ക് ഇരിക്കാൻ വയ്യ, ഒരുപാട് സന്തോഷം. വി ആർ ഓൺ ദ മൂൺ. നമ്മൾ ഒരുപാട് സന്തോഷം അനുഭവിക്കുന്നു എന്ന് പറയുകയാണ്. വി ആർ ഓൺ ദ മൂൺ. അപ്പോൾ നമ്മളൊരു കോമ്പറ്റീഷൻ്റെ റിസൾട്ട് അറിഞ്ഞു, അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് അറിഞ്ഞു. അങ്ങനെ വളരെ സന്തോഷമുള്ളൊരു സമയത്ത് നമുക്ക് ഈ സെൻറ്റൻസസ് ഒക്കെ യൂസ് ചെയ്യുവാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് നന്നായി പഠിച്ച് നല്ല കോൺഫിഡൻ്റായി സംസാരിക്കുമ്പോൾ നമ്മുടെ സന്തോഷം കണ്ടിട്ട് മറ്റുള്ളവർ ചിലപ്പോൾ പറയും സ്നേഹ ഇസ് ഓൺ ദ മൂൺ. ആൻ്റണി ഇസ് ഓൺ ദ മൂൺ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെൻറ്റൻസസ് ഫോം ചെയ്യുവാൻ സാധിക്കും. കഴിഞ്ഞ ക്ലാസ്സിലെ ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് ആദ്യം നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഹീ ഇസ് ഗോയിങ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡു നോട്ട് സിറ്റ് ഐഡ്ലി. തേർഡ് ആൻസർ they are
speaking. They are speaking. Fourth questionൻ്റെ ആൻസർ we are coming. ഈ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ്റെ ആൻസർ I am writing. I am writing. എല്ലാ ആൻസേഴ്സും കറക്റ്റ് കിട്ടിയ എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. ചെറിയ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ കുഴപ്പമേ ഇല്ല. നമ്മൾ മിസ്റ്റേക്സിലൂടെയാണല്ലോ പഠിക്കുന്നത്. നമ്മളത് അറ്റംപ്റ്റ് ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാവരും അറ്റംപ്റ്റ് ചെയ്യുക. നോട്ട്ബുക്കിൽ എഴുതുക, കമൻറ്റ് ബോക്സിൽ എഴുതിയാലും മതി. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ 5 ക്വസ്റ്റ്യൻസ് എല്ലാവരും ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുക. നമ്മൾ ഇന്നത്തെ ക്ലാസ് ബേസ് ചെയ്തിട്ട് മാത്രമാണ് ഈ 5 ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എനിക്ക് അവരെ കാണണം. നമ്മളൊരു ആവശ്യമോ ആഗ്രഹമോ പറയുകയാണ്. എനിക്ക് അവരെ കാണണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഞങ്ങൾക്ക് ഫ്രാൻസിൽ പോകണം. നമ്മൾ ഇന്ത്യയിലെ ഏകദേശം എല്ലാ സ്ഥലങ്ങളും കണ്ടു കഴിഞ്ഞതുകൊണ്ടാണ് തോന്നുന്നു ഞങ്ങൾക്ക് ഫ്രാൻസിൽ പോകണം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മുടെ സെൻറ്റൻസ് എങ്ങനെയാണ്? ഞങ്ങൾക്ക് ഫ്രാൻസിൽ പോകണം. ഇത് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, പേപ്പേഴ്സ് ടേബിളിൻ്റെ മുകളിലാണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഭക്ഷണം ടേബിളിൻ്റെ മുകളിലാണ്. ഭക്ഷണം ടേബിളിൻ്റെ മുകളിലാണ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ആനന്ദിന് ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ നമ്മൾ പറയുകയാണ് ആനന്ദ് ചന്ദ്രനിൽ ആണ്. ആനന്ദ് ചന്ദ്രൻ്റെ മുകളിലാണ് എന്നാണ് അർത്ഥം വരിക. അപ്പോൾ ഒരുപാട് സന്തോഷമാണ് ആനന്ദിന്. ആ സമയത്ത് നമ്മൾ ഏത് ഇംഗ്ലീഷ് വേർഡ്സാണ് ഉപയോഗിക്കുക എന്ന് എഴുതുക. അപ്പോൾ ഈ രീതിയിൽ ഹോംവർക്ക് എല്ലാവരും എഴുതുക. നെക്സ്റ്റ് ക്ലാസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ്. So see you in the next video. Have a nice day.